നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ വീടുകളിലെല്ലാം ഒരുപാട് കുട്ടികൾ സ്കൂളിൽ പോകുന്നുണ്ടാകും, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത വീടുകളിലെല്ലാം കുട്ടികൾ സ്കൂളിൽ പോകുന്നുണ്ടാകും. അങ്ങനെ സ്കൂളിൽ ചേർത്തിയ കുട്ടികളുടെ ആധാർ കാർഡുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത്. ഇത് ശ്രദ്ധിക്കാതിരുന്നു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യങ്ങൾക്ക് അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ അതല്ലെങ്കിൽ മറ്റ് ഓൺലൈൻ സെൻറ്ററുകൾ വഴിയോ നമ്മൾ അപേക്ഷ കൊടുക്കുമ്പോൾ നമ്മുടെ ആധാർ കാർഡ് റദ്ദാക്കപ്പെട്ടിട്ടുണ്ടാകും. അതുമൂലം നമുക്ക് അവകാശങ്ങളും ആ ആനുകൂല്യങ്ങളും നിഷേധിക്കപ്പെട്ടേക്കാം. പിന്നീട് ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും നമ്മുടെ ആധാർ കാർഡ് ഒന്ന് ആക്റ്റീവായി കിട്ടാൻ. അതിന് മുന്നേ തന്നെ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആധാർ കാർഡ് റദ്ദാക്കാതെപ്പെടുമെന്ന് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ചെറിയ കുട്ടികൾക്ക് ആധാർ കാർഡ് എടുക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, തെറ്റുകൂടാതെ നമുക്ക് എങ്ങനെ അവരുടെ ആധാർ കാർഡ് കൈവശം വെക്കാം എന്നതിനെക്കുറിച്ചെല്ലാം വളരെ വിശദമായി നോക്കാം. അതിന് മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് അറിയിപ്പുകൾ, സേവനങ്ങൾ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. നമ്മൾ ആദ്യം നോക്കാൻ പോകുന്ന വിഷയം ചെറിയ കുട്ടികളുടെ ആധാർ കാർഡാണ്. അതിന് എന്തെല്ലാം രേഖകൾ വേണമെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ കുട്ടികൾ പ്രസവിക്കുന്ന ഹോസ്പിറ്റലിൽ നിന്ന് നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ലഭിക്കും. നിർബന്ധമായി നമ്മൾ അവിടെ നിന്നും ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി കൈവശം വെക്കുക, അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രത്തിൽ നിന്ന് നമ്മൾ ലഭിക്കുന്ന പ്രിൻ്റ് ലഭിക്കുക നമ്മുടെ കൈവശം ഉണ്ടായിരിക്കണം. അതല്ല, നമ്മൾ വീട്ടിൽ നിന്നാണ് പ്രസവം നടന്നതെങ്കിൽ നമ്മൾ അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നമ്മൾ അപേക്ഷ കൊടുത്ത് നമ്മളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് കൈവശം വെക്കണം. ഈ ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പിയും അതുപോലെ തന്നെ കൂടെ പോകുന്ന രക്ഷിതാവിൻ്റെ ആധാർ കാർഡിൻ്റെ കോപ്പിയും മാത്രം മതി കുട്ടികൾക്ക് ആധാർ കാർഡ് എടുക്കാൻ. അത് എത്ര ചെറിയ കുട്ടികൾക്ക് വേണമെങ്കിലും നമുക്ക് ആധാർ കാർഡ് എടുക്കാം. അതിനൊരു പ്രായപരിധിയില്ല. 5 വയസ്സിന് മുമ്പ് എടുക്കണമെന്ന് നിർബന്ധമായിട്ടും എടുക്കണമെന്ന് മാത്രം. കുട്ടി ജനിച്ച അന്ന് മുതൽ ഏത് ദിവസം വേണമെങ്കിലും നമുക്ക് ആധാർ കാർഡ് എടുക്കാം. പക്ഷേ അങ്ങനെ ആധാർ കാർഡ് എടുക്കുന്ന സമയങ്ങളിൽ കുട്ടിയുടെ ഫോട്ടോ മാത്രമായിരിക്കും അതിൽ രേഖപ്പെടുത്തിയിരിക്കുക. രക്ഷിതാവിൻ്റെ ഫിംഗർ പ്രിൻറ്റും അതുപോലെ തന്നെ രക്ഷിതാവിൻ്റെ കണ്ണിൻ്റെ കോപ്പിയുമെല്ലാമായിരിക്കും അതിൽ സേവ് ചെയ്ത് വെക്കുക. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ ആധാർ കാർഡ് അപ്പോൾ കാര്യമായിട്ട് അതിലൊന്നും രേഖപ്പെടുത്തിയിട്ടുണ്ടാകില്ല. കുട്ടിയുടെ പേര്, രക്ഷിതാവിൻ്റെ പേര്, ആധാർ നമ്പർ, മറ്റു കാര്യങ്ങൾ മാത്രമാണ് അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാകുക. കുട്ടിയുടെ അംഗൻവാടി പ്രവേശന കാര്യങ്ങൾക്കും അതുപോലെ തന്നെ മറ്റ് ആനുകൂല്യങ്ങൾക്കും ആ കാർഡ് മാത്രം മതിയാകും. അതിനുശേഷം കുട്ടിക്ക് എന്നാണ് 5 വയസ്സാകുന്നത്, നമ്മൾ എന്ന് കാർഡ് എടുത്താലും ശരി, നമ്മൾ 4 വയസ്സിന് ശേഷം എടുത്ത കാർഡായാലും ശരി, 1 വയസ്സിന് മുമ്പ് എടുത്ത കാർഡായാലും ശരി, നമ്മൾ എന്നെടുത്ത കാർഡായാലും നമ്മൾ നിർബന്ധമായിട്ടും 5 വയസ്സിന് ശേഷം നമ്മുടെ ഈ ആധാർ കാർഡ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യണം. അപ്പോൾ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്തായിരിക്കും കുട്ടിയുടെ ഫിംഗർ പ്രിൻ്റ് അതിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ കുട്ടിയുടെ കണ്ട സ്കാൻ അപ്പോഴും രേഖപ്പെടുത്തുകയില്ല. അത് കുട്ടിക്ക് 15 വയസ്സാകുന്ന സമയത്തായിരിക്കും രേഖപ്പെടുത്തുക. എന്നാൽ ഇപ്പോൾ സർക്കാർ കർശനമായ ഒരു നിർദ്ദേശമായി വന്നിരിക്കുകയാണ്. 5 വയസ്സിന് ശേഷം അപ്ഡേറ്റ് ചെയ്ത ആധാർ കാർഡുകൾ 7 വയസ്സായിട്ടും അപ്ഡേറ്റ് നിർബന്ധമായി ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആധാർ കാർഡ് താൽക്കാലികമായി റദ്ദാക്കപ്പെടും. പിന്നീട് എന്നാണ് ഈ ആധാർ കാർഡ് അവർ പുതുക്കാൻ കൊടുക്കുന്നത്, അപ്ഡേറ്റ് ചെയ്യുന്നത്, അതിനുശേഷം മാത്രമായിരിക്കും ആധാർ കാർഡ് ആക്റ്റീവ് മോഡിലേക്ക് മാറുക. നമ്മുടെ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ റേഷൻ ആനുകൂല്യങ്ങൾ, അതുപോലെ തന്നെ നമുക്ക് സർക്കാർ ലഭിക്കുന്ന മറ്റ് ആനുകൂല്യങ്ങൾ, കുട്ടികളുടെ സ്കോളർഷിപ്പ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ എന്നിങ്ങനെ പല കാര്യങ്ങൾക്കും അത് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടേക്കാം. അതുകൊണ്ട് തന്നെ 4 വയസ്സിന് മുമ്പെടുത്ത ആധാർ കാർഡ്, നീല ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ആധാർ കാർഡായിരിക്കും ഉണ്ടായിരിക്കുക. ആ ആധാർ കാർഡ് നിർബന്ധമായിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുക. 5 വയസ്സ് കുട്ടിക്ക് എന്നാണ് 5 വയസ്സ് പൂർത്തിയാകുന്നത്, അതിനുശേഷം പെട്ടെന്ന് തന്നെ നമ്മുടെ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യുക. അങ്ങനെ നമ്മൾ 5 വയസ്സിന് ശേഷം എടുത്ത ആധാർ കാർഡ് പിന്നീട് നമ്മൾ 15 വയസ്സിന് ശേഷം നമ്മളൊന്ന് അപ്ഡേറ്റ് ചെയ്യണം. അപ്പോഴേക്കും കുട്ടിക്ക് 10ാം ക്ലാസ് കഴിഞ്ഞിട്ടുണ്ടാകും. കുട്ടിയുടെ +1 +2 അഡ്മിഷൻ അടക്കമുള്ള കാര്യങ്ങൾ, മറ്റൊരുപാട് കാര്യങ്ങൾക്കെല്ലാം ആ അപ്ഡേഷൻ നിർബന്ധമാണ്. നമുക്കറിയാം, നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും ഇപ്പോൾ ആധാർ കാർഡ് നിർബന്ധമാണ്. നമ്മുടെ വാഹന സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, നമ്മുടെ സ്കൂൾ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ എന്നിങ്ങനെ ഗവൺമെൻറ് ലഭിക്കുന്ന സേവനങ്ങൾക്കും ആനുകൂല്യങ്ങൾക്കും നിർബന്ധമായും ആധാർ കാർഡ് നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ ആധാർ കാർഡ് യഥാസമയത്ത് നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് നമ്മൾ തെറ്റുകൾ തിരുത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടേക്കാം. ഇപ്പോൾ തന്നെ ആധാർ കാർഡ് തെറ്റുകൾ തിരുത്താൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ പുതിയ ആധാർ കാർഡ് എടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും അതിൽ ഉൾപ്പെടുത്തുക. കുട്ടിയുടെ പേരിൻ്റെ കൂടെ സർനെയിം രേഖപ്പെടുത്തുക, ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റാണെന്ന് ഉറപ്പുവരുത്തുക, അഡ്രസ്സ്, ഫോൺ നമ്പറുകളെല്ലാം കറക്റ്റാണെന്ന് ഉറപ്പുവരുത്തുക. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ യഥാസമയത്ത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇക്കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ വീട്ടിലുള്ള കുട്ടികൾ, നമ്മുടെ അടുത്ത കുടുംബത്തിലുള്ള കുട്ടികൾ, നമ്മുടെ അയൽവാസികളായ കുട്ടികൾ എന്നിവരെല്ലാം ഈ അപ്ഡേഷൻ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലെ തന്നെ ഗവൺമെൻറ് ഇൻഫർമേഷനുകൾ, അറിയിപ്പുകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.